ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ടി ദോശയാണ്. അതുണ്ടാക്കുന്നതിന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരി, സാധാരണ പച്ചരി കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 4 പച്ചമുളക്, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അരി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ഉപ്പ് ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ഈ അരയ്ക്കുന്നതിലേക്ക് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. അത് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. സാധാരണ ദോശമാവിൻ്റെ പരുവത്തിലാണ് അത് വരേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട് വേറെ. ഇത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതാണ്. 2 ചെറിയ തക്കാളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അത് ഞാൻ ഈ മാവിലേക്ക് ഇടുന്നു. ഇതൊരു ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്. ഇത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതാണ്. ഇത് മല്ലിയില നല്ല പൊടിയായി അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഇടാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുകൂടാതെ 1/2 സ്പൂൺ ജീരകം. ഇതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സാധാരണ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി മതിയാവും ഇതിന്. ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിത് ചൂടാൻ തുടങ്ങാം. ഇനി ഇതിലേക്ക് നമ്മൾ ദോശമാവ് പൊരിയൊഴിക്കുക. ഇതിപ്പോൾ കുറഞ്ഞ തീയിലാണ് വെന്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണയും കൂടി ഇങ്ങനെ തൂവി കൊടുത്തിട്ട് നമുക്കിനി ഇത് തിരിച്ചിടാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് എടുക്കാം. 2 വശവും മൊരിഞ്ഞ് കാണും. പാത്രത്തിലേക്ക് എടുക്കാം. കണ്ടില്ലേ? ഇനി ഇതുപോലെ എല്ലാ മാവും കോരി ഒഴിച്ച് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ റെഡിയായി. ദോശയ്ക്ക് കൂട്ടാനായിട്ട് തേങ്ങയും കടലപ്പരിപ്പും പൊട്ടുകടലയും പുതിനയിലയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള പച്ചമുളക് വെച്ചരച്ച ചട്നിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ദോശ നല്ല സ്മൂത്ത് ദോശയാണ്. മുറിച്ച് നോക്കാം നമുക്കൊന്ന്. നല്ല സ്മൂത്തായിട്ടുള്ള ദോശയാണ്. അത് ചട്നിയുടെ കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. യു ക്യാൻ ഡു. താങ്ക് യു.